മന്ദാകിനി വളരെ ക്ഷീണിതാവസ്ഥയിലാണ്. കഞ്ഞിയും ചുട്ട മുളകിൻ്റെ തേങ്ങാച്ചമ്മന്തിയും തൈരും അവൾക്ക് പ്രാണനാണ്. പക്ഷേ ക്ഷീണം അതുകൊണ്ടൊന്നും മാറിയില്ല. കഴിച്ചത് അതുപോലെ തന്നെ ഛർദ്ദിക്കുന്നുണ്ട്. മാവ് നിറയെ നല്ല മാങ്ങയുണ്ട്. പക്ഷേ അതിലൊരെണ്ണം പറിച്ചു തരാൻ ആരോട് പറയും? തൻ്റെ ചങ്കരേട്ടൻ എവിടെയെങ്കിലും മറിഞ്ഞിരുന്ന് തന്നെ കാണുന്നുണ്ടാവുമോ? മാവിൻ്റെ മുകളിലേക്ക് നോക്കി നിന്ന മന്ദാകിനിയെ സരോജം കണ്ടു. എന്തേ കുട്ടി, നിനക്ക് മാങ്ങ വേണോ? മന്ദാകിനി പതിയെ വേണമെന്ന് ആംഗ്യം കാട്ടി. 2 കമ്പുകൾ കൂട്ടിക്കെട്ടി സരോജം 1-2 മാങ്ങകൾ അവൾക്ക് പറിച്ചു കൊടുത്തു. മന്ദാകിനിക്ക് നല്ല സന്തോഷമായി. അവൾക്കിന്ന് 3-ാം മാസമാണ്. ചങ്കരേട്ടൻ ഇന്നല്ലെങ്കിൽ നാളെ വരും എന്ന പ്രതീക്ഷയുണ്ടവൾക്ക്. മകളുടെ വിശേഷം തിരക്കാൻ അച്ഛനും അമ്മയും കല്യാണി വല്യമ്മയും ഒരു ദിവസം ചിറ്റേടത്തെത്തി. മകൾക്ക് ആവശ്യത്തിനുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും അവർ കൈവശം കരുതിയിരുന്നു. നെല്ലിക്ക ഉപ്പിലിട്ടത്, മാങ്ങ അച്ചാറിട്ടത്, അവൾക്കിഷ്ടപ്പെട്ട പുളിച്ചോറും ചുട്ട പപ്പടവും കാച്ചുമോരും എന്നു വേണ്ട, മകളുടെ മായ്ക്കാത്ത കുങ്കുമവും സീമന്തരേഖയിലെ സിന്ദൂരവും. അമ്മ ദാക്ഷാണി സഹതാപത്തോടെ നോക്കി. അമ്മ എന്നെ പാവം പോലെ നോക്കണ്ട. എൻ്റെ ചങ്കരേട്ടൻ ഇന്നല്ലെങ്കിൽ നാളെ വരും. എന്തെങ്കിലും ആവശ്യത്തിന് ഒന്ന് മാറി നിന്നതാവും. അമ്മ ദാക്ഷായണി തല കുലുക്കി സമ്മതിച്ചു. മകളെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവാൻ അവർ ആവുന്നത്ര ശ്രമിച്ചു. പക്ഷേ മന്ദാകിനി കൂട്ടാക്കിയില്ല.